പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന ആ ഒരു ശത്രു ആരാണ് എന്നുള്ളത് ചെറിയ തോതിലൊക്കെ അവർക്ക് തെളിവുകളടക്കം കിട്ടിയിരിക്കുകയാണ്. രേഖാചിത്രമൊക്കെ സംഘടിപ്പിച്ചിട്ട് നന്ദു ജ്വല്ലറിയിൽ വന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡേവിഡിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനും വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതിന് തൊട്ട് മുമ്പേ ആദർശിനെ കണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ആ ഒരു രേഖാചിത്രം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ പോവുകയാണ്, ഇനി നിർണായക ഘട്ടം തന്നെയാണ് ആദർശേട്ട, വിജയം നമ്മളുടെ അടുത്തെത്തിക്കഴിഞ്ഞു, ശത്രു പിടികൂടി കഴിയാനായി എന്നൊക്കെ നമ്മുടെ നന്ദു ആദർശിനോട് പറയുകയാണ്. അപ്പോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യ്, ബാക്കി കാര്യങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആക്കാനുള്ളത് എനിക്കും കംപ്ലീറ്റ് ആക്കാനുണ്ട്, ഞാൻ അതിൻ്റെ പിന്നാലെയും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിരിയുകയാണ്. അങ്ങനെ നന്ദു നേരെ ജ്വല്ലറിയിലോട്ടാണ് വരുന്നത്. തൻ്റെ ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് നേരെ റിസപ്ഷനിൽ വന്നിട്ട് ഡേവിഡ് ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നേരെ ഡേവിഡിൻ്റെ ക്യാബിനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ എന്താ മാഡം വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അതിന് നല്ല സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ താനും തൻ്റെ കൂട്ടാളികളും കുടുങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഡേവിഡിനാകെ ടെൻഷനാവുകയാണ്. എന്തുദ്ദേശത്തിലാണ് ഇവൾ വന്നിരിക്കുന്നത്, ഇവളാണെങ്കിൽ ഏത് പുള്ളിയെയും ഇടിച്ച് സത്യങ്ങളൊക്കെ പറയിപ്പിക്കുന്ന ഒരു ടൈപ്പ് ആളാണ്, അതുകൊണ്ട് ഇവളെ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ താൻ ആലോചിക്കുന്നത്, എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് ഇപ്പോഴേ കണക്കുകൂട്ടലുകൾ നടത്തുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഡം എന്താണ് വന്നത് എന്ന് പറയാതെ എനിക്കെങ്ങനെയാണ് മനസ്സിലാവുക എന്നൊക്കെ ഡേവിഡ് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ മുകളിലുള്ള അധികാരിയെ കാണാനാണ് വന്നിരിക്കുന്നത്, നീയൊക്കെ സാർ എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തിയുണ്ടല്ലോ, അയാളെ കാണാനാണ്, അയാളെ എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, എനിക്ക് മുകളിൽ ആരുണ്ടാവാനാണ്, ഞാനല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ, മാനേജറും MDയും എല്ലാം ഞാൻ തന്നെയാണ്, പിന്നെ എനിക്ക് മുകളിൽ ആരുണ്ടാവാനാ എന്നൊക്കെ പറയുമ്പോൾ, താൻ ഇനി ഉരുളണ്ട, എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇനി ആ തെളിവ് കാണിച്ചാലേ താൻ പറഞ്ഞു തരുമെന്നുണ്ടെങ്കിൽ എന്നാ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രേഖാചിത്രം, നാഗേന്ദ്രൻ്റെ രേഖാചിത്രം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇതുവരെ നാഗേന്ദ്രനെ ആരും കാണുകയോ കണ്ടുമുട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും ഇവർക്ക് എങ്ങനെ രേഖാചിത്രം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇതിലാണ് നാഗേന്ദ്രൻ നിൽക്കുന്നത്. എന്നിട്ട് ഇവൾ പുലി തന്നെയാണല്ലോ, ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് നാഗേന്ദ്രൻ. അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെടാനുള്ളതൊക്കെ പിന്നീട് ആലോചിക്കാം, ഇയാൾ എവിടെയുണ്ട് എന്നുള്ളതും ഇയാൾ ആരാണ് എന്നുള്ളതും താൻ പറഞ്ഞേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെ, നമ്മുടെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട്, മാഡം ഇവിടെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ പോകരുത്, അതെനിക്ക് സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു മോശമാണ്, ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും എത്താമെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ താൻ എങ്ങോട്ട് വേണമെങ്കിലും എത്തണ്ട, ഡ്യൂട്ടിയും അതുപോലെ കുറ്റവാളികളെയും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയുള്ളൂ, അല്ലെങ്കിൽ സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് കിട്ടേണ്ടത് നിന്നെയല്ല ഇയാളെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ മാഡം ആ സാറ് ഇവിടെ ഇല്ല, നാട്ടിലില്ല, അവരിപ്പോൾ ഗൾഫിലാണ് എന്നൊക്കെ പറയുമ്പോൾ, താൻ കൂടുതൽ ഉരുളണ്ട, ഇയാളെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു, ഇയാൾ നാട്ടിലാണ് ഉള്ളത് എന്നും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞതാ, തനിക്ക് എന്താണ് മലയാളം ചോദിച്ചാൽ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഡേവിഡിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേനെ ഒന്നും ചെയ്യില്ല, ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ പോകാറുള്ള ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെയും ഫ്ലാറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഡേവിഡ് ഒടുവിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് നന്ദു ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഒറ്റ കൊടുത്ത പോലെ ആവുമോ, എന്തായാലും സാറിനെ വിവരം അറിയിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഡേവിഡ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, താനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി, തനിക്ക് ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പോയിട്ട് ഒന്ന് ആരോടും സംസാരിക്കാനുള്ള അവസരം ഞാൻ തരില്ല, നടക്കം അങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡേവിഡ് പറയുന്നുണ്ട്, മാഡമല്ലേ പറഞ്ഞത്, പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിട്ടോളാം എന്നൊക്കെ. അപ്പം ആ സമയത്ത് അത് ശരി, പറഞ്ഞതൊക്കെ ഞാൻ അതുപോലെ ചെയ്തോണമെന്നുണ്ടോ, കുറ്റവാളികളെ ചോദ്യം ചെയ്തതാവുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ അതൊക്കെ പറഞ്ഞെന്ന് വരും, താൻ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇയാൾ പറഞ്ഞ സ്ഥലം സെർച്ച് ചെയ്യാനും അയാളെ കണ്ടെത്തി കൊണ്ടുവരാനും വേണ്ടിയിട്ട് നന്ദു പുറപ്പെടുകയാണ്.